ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. എല്ലാവരും നന്നായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. സോ ഇന്ന് വ്ലോഗ് മലയാളത്തിലാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം തൊട്ട് എന്തൊക്കെയാണ് നടക്കുന്നത് അതൊക്കെയാണ് ഇന്ന് വ്ലോഗിൽ. അപ്പോൾ ഇതിലൊരു റെസിപ്പി ഇൻക്ലൂഡഡ് ഉണ്ട്. അതല്ലാതെ ഈവനിങ് എൻ്റെ ഡേ എങ്ങനെയാണ് പോകുന്നത് അതും കാണിക്കുന്നുണ്ട്. സാധാരണ ഉപ്പിലിട്ട് പൈനാപ്പിളാണ് ഫേമസ്. പക്ഷേ ഇവിടെ ഞാൻ ഉപ്പും കുരുമുളകും കൂടെ ചേർത്തിട്ട് ഇതേ ഉള്ളൊരു വിശപ്പിന് കഴിക്കുന്നു എന്നേ ഉള്ളൂ. സോ സ്വീറ്റായിട്ട് വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിച്ചാണ് പൈനാപ്പിൾ ആദ്യം കാണിച്ചത്. അപ്പോൾ ഈവനിങ് ആയപ്പം ഡോക്ല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഡോക്ലയ്ക്ക് വേണ്ടിയ ചേരുവകളാണ് ഈ കാണിക്കുന്നത്. ഇതിൽ 1.5 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഈ തുണ്ട് ഇഞ്ചിയും 2 പച്ചമുളകിനെയും കൂടെ ജസ്റ്റ് ഒന്ന് അരച്ച് ഇതിൻ്റെ അകത്ത് ചേർക്കണം. അത് കഴിഞ്ഞ് 1.5 സ്പൂണ് റവ, പഞ്ചസാര 1 സ്പൂണ്, ഉപ്പ് ശകലം ടേസ്റ്റിന്, കാരണം ഇതിൻ്റെ അകത്ത് ഈനോ സോൾട്ട് ഇടുന്നതുകൊണ്ട് ഉപ്പ് നോക്കി വേണം ഇടാൻ. 1.5 സ്പൂണ് നാരങ്ങ, 1.5 സ്പൂണ് തൈര്. ഇതെല്ലാം കൂടി ചേർത്ത് നല്ല മിക്സ് ചെയ്തിട്ട് പിന്നെ കുറച്ചായിട്ട് വെള്ളം ചേർക്കണം. അപ്പോൾ ഈ വെള്ളം ചേർക്കുമ്പോൾ നിറയാവാൻ പാടില്ല, കാരണം നമ്മുടെ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യണം. ഇഡ്ഡലി മാവിൻ്റെ കൺസിസ്റ്റൻസിയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഒത്തിരി ലൂസ് ആവാൻ പാടില്ല, ഇച്ചിരി ടൈറ്റായിട്ടിരിക്കണം. അതേസമയം കട്ട കാണരുത്. അപ്പോൾ ഇവിടെ ഞാൻ ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഇനി ഈ കൺസിസ്റ്റൻസിയിലായിരിക്കണം. നല്ല അടിക്കണം, വിസ്കർ വെച്ച് നല്ല അടിക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇനോ സോൾട്ട് ഇടുന്നുണ്ട്. ഇനോ സോൾട്ട് ഇട്ടതും അത് ഉടനെ സ്റ്റീമറിൽ വെച്ചേക്കണം. ഇനോ സോൾട്ട് ഇട്ടിട്ട് അടച്ച് വെക്കരുത്. അടച്ച് വെച്ച് കഴിഞ്ഞാൽ അത് സോഫ്റ്റായിട്ട് വരില്ല. സോ ഇനോ സോൾട്ട് ഇട്ടതും ഞാനൊരു ഗ്രീസ് ചെയ്ത ഒരു പാത്രത്തിൽ ഇട്ടിട്ട് അതിനെ സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത് നല്ല സോഫ്റ്റായിട്ട് വരും ഡോക്ല. എന്നിട്ട് ഇതിനെ ഒരു 5-10 മിനിറ്റേ സ്റ്റീം ചെയ്തിട്ടുള്ളൂ. അതിനകം സ്നാക്ക് റെഡിയായി. അപ്പം സ്റ്റീമർ ഇല്ലാത്തൊരു ഇഡ്ഡലി പാത്രത്തിലും ഇടാം. എന്നിട്ട് ഒരു 5-10 മിനിറ്റ് സ്റ്റീം ചെയ്താൽ മതി. പിന്നെ അതിനെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കണം ആയോ എന്ന്. ഞാനിപ്പം കാണിക്കുന്ന മാതിരി ഇങ്ങനെ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ അത് ക്ലീനായിട്ട് വന്നെങ്കിൽ അതായെന്നർത്ഥം. പിന്നെ അതിൻ്റെ സൈഡെല്ലാം ഇച്ചിരി പിച്ചാത്തി വെച്ചിങ്ങനെ എടുത്തിട്ട് അതിനെ ജസ്റ്റ് കമത്തിയാൽ ഉടനെ കറക്റ്റ് ഷേപ്പിൽ വന്നോളും. പിന്നെ നിങ്ങൾ കേക്ക് ഉണ്ടാക്കുന്ന മാതിരി അടിയിൽ ബട്ടർ പേപ്പർ ഇട്ടും സ്റ്റീം ചെയ്യാം. പക്ഷെ ഞാൻ ബട്ടർ പേപ്പറൊന്നും ഇട്ടിട്ടില്ല, അങ്ങനെ ഞാൻ സ്റ്റീം ചെയ്തതാണ്. സോ ഇതിങ്ങനെ ഇരിക്കും ഡോക്ല. പിന്നെ അതിനെ ഒന്ന് ടെമ്പർ ചെയ്യണം. ടെമ്പർ ചെയ്യാൻ വേണ്ടി ഞാനവിടെ കടുക്, കരിയാപ്പില, റെഡ് ചില്ലി പൗഡർ, പിന്നെ ഗ്രീൻ ചില്ലി അങ്ങനെ മുഴുവനായിട്ടിടണം. പിന്നെ അതിൻ്റെ അത് ഇച്ചിരി പഞ്ചസാരയും ഉപ്പും ഇട്ടിട്ടുണ്ട്. ഇച്ചിരി വെള്ളവും ചേർത്ത് തിളപ്പിച്ചിട്ട് അങ്ങനെ ആറാൻ വെച്ചേക്കുമായിരുന്നു. എന്നിട്ട് ഇതായ ഉടനെ അതിൻ്റെ പുറത്തോട്ട് ഇടണം.
പിന്നെ നമ്മുടെ മലയാളികൾക്ക് തേങ്ങയില്ലാത്ത കാര്യങ്ങളില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇച്ചിരി തേങ്ങ ഇടും. കാരണം തേങ്ങ ഇട്ടാലേ ഞങ്ങളുടെ വീട്ടിലെ ആൾക്കാരെല്ലാവരും കഴിക്കുള്ളൂ. അപ്പം തേങ്ങ ടേസ്റ്റിനിട്ടു. സാധാരണ ഡോക്ലയിൽ തേങ്ങ ഇടാറില്ല. ഇച്ചിരി പഞ്ചസാര വെള്ളമാണ് ഇടുന്നത്. പക്ഷെ ഞാൻ അത് സ്കിപ്പ് ചെയ്തിട്ട് തേങ്ങ ഇട്ടു. പിന്നെ ഇച്ചിരി കൊത്തമല്ലിയും കൂടെ ഇട്ടു. അത്രയേ ഉള്ളൂ സംഭവം. അതിനെ കട്ട് ചെയ്തിട്ട് കഴിക്കുക. പിന്നെ വേണമെങ്കിൽ ഇച്ചിരി പുളി ചട്നി, അതായത് ഇംലി ചട്നി എന്ന് പറഞ്ഞ ഒന്ന് കിട്ടും. അത് വീട്ടിലും ഉണ്ടാക്കാൻ പറ്റും. സപ്പോസ് റെഡിമെയ്ഡായിട്ട് കിട്ടുന്നെങ്കിൽ അതും അതിൻ്റെ മുകളിൽ ഒഴിച്ചാൽ നന്നായിട്ടിരിക്കും. പിന്നെ ഇവിടെ ഞങ്ങൾ ഇച്ചിരി സോസും കൂടെ ഒഴിച്ചു പുളിക്ക് വേണ്ടി. സോ എൻജോയ് ദ ഡോക്ല. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒരു നല്ല ഈസി സ്നാക്ക് റെസിപ്പിയാണ്. എല്ലാം സാധനങ്ങളും കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. പെട്ടെന്ന് ഗസ്റ്റ് വല്ലതും വരുവാണെങ്കിൽ വേറൊന്നും ഉണ്ടാക്കാനില്ലെങ്കിൽ ഇതുണ്ടാക്കി ചായയുടെ കൂടെ കൊടുത്താലും നന്നായിട്ടിരിക്കും. അപ്പം ഡോക്ല എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈവനിങ് ആയപ്പം മോൻ്റെ കൂടെ പഠിക്കാനിരുന്നു. പഠിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ മോൻ മാത്രമല്ല പഠിക്കുന്നത്, ഞാനും കൂടെ പഠിക്കുന്നത്. അപ്പം ഞാൻ ഫസ്റ്റ് ബൈ ഹാർട്ട് ചെയ്തിട്ടാണ് അവൻ ബൈ ഹാർട്ട് ചെയ്തത്. ഇതല്ലാതെ ചില സമയത്ത് സംശയമൊക്കെ ചോദിക്കാൻ ഒരു ടീച്ചറുണ്ട്, അവരുടെ അടുത്ത് പോകും. പക്ഷേ ഫുൾ ടൈം പോവില്ല. ഇടയ്ക്കിടയ്ക്ക് സംശയം ഉണ്ടെങ്കിൽ മാത്രമേ പോകാറുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ വീടൊതുക്കിയിട്ട് പിന്നെ കിച്ചൺ കയറി കിച്ചൺ ഒതുക്കി. കാരണം നമ്മൾ ഈവനിങ് ഉണ്ടാക്കിയ ഐറ്റംസൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നല്ലോ, അതെല്ലാം ഒന്ന് ഒതുക്കാമെന്ന് വിചാരിച്ചു. അപ്പം എന്താ ഈ തേങ്ങ, കൊത്തമല്ലി ഇതെല്ലാം എടുത്ത് മാറ്റി. പിന്നെ ഡോക്ല ഉണ്ടാക്കി കഴിഞ്ഞ് പിക്ചർ എടുക്കാനുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെച്ചേക്കുമായിരുന്നു. അതിനെയൊക്കെ എടുത്ത് വെക്കണം. അപ്പം അതെല്ലാം കഴുകി. ഇതാണ് എൻ്റെ ഷെൽഫ്. ഇവിടാണ് ഞാൻ എല്ലാ സെറാമിക് ഐറ്റംസും സ്റ്റോൺ വെയർ ഐറ്റംസൊക്കെ വെക്കുന്നത്. സോ ഐ കീപ്പ് ഇറ്റ് വെരി നീറ്റ് ആൻഡ് ക്ലീൻ. പിന്നെ അതിന് കഴിവാൻ അധികം പാത്രം കാണില്ല. കാരണം ഞാൻ ഐ എം ലൈക്ക് അപ്പപ്പം ഉള്ള പാത്രങ്ങൾ അപ്പപ്പം കഴുകിയെടുക്കും. ഞാൻ പാത്രങ്ങൾ കൂട്ടി വെക്കാറേ ഇല്ല. പിന്നെ അങ്ങനെ തന്നെ വെള്ളം പിടിക്കാൻ കയറി. കാരണം ചൂട് സമയം തുടങ്ങി. ഇവിടെ ചെന്നൈയിൽ ചൂട് സമയം തുടങ്ങിയാൽ നല്ല ചൂടാണ്. അപ്പം വെള്ളം പിടിച്ചു വെച്ചാൽ ആവശ്യമുള്ളവർക്ക് അപ്പം കുടിക്കാമല്ലോ. അതുകൊണ്ട് പിടിച്ച് വെച്ചു. പിന്നെ ആ 2 ഫ്ലാസ്കിൽ ഇച്ചിരി ചൂടുവെള്ളവും പിടിച്ച് വെച്ചു. കാരണം മോൻ ഇച്ചിരി തൊണ്ടവേദന ഉണ്ടായിരുന്നു. അപ്പോൾ അവനിത് കൊടുക്കണ്ടെന്ന് പറഞ്ഞ് ഇച്ചിരി ചൂടുവെള്ളം പിടിച്ച് വെച്ചു. പിന്നെ ഈ പിങ്ക് പാത്രത്തിൽ, അതായത് പിങ്ക് ഫ്ലാസ്കിലുള്ളത് വെള്ളം, അത് കുക്കിങ്ങിനുള്ള വെള്ളമാണ്, അത് കുടിക്കാനുള്ള വെള്ളമല്ല. കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് അപ്പം വെള്ളം പിടിക്കാൻ പാടാണ്. അതുകൊണ്ട് ഞാൻ ഒരു ഫ്ലാസ്കിൽ പിടിച്ചു വയ്ക്കും ഇങ്ങനെ. അപ്പോൾ അത് ഈസിയാണ് ഒഴിക്കാൻ. ഐദർ ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് ഒഴിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒഴിക്കും. അപ്പോൾ ഞാൻ ചൂടുവെള്ളം പിടിച്ച് അതും സൈഡിൽ വയ്ക്കും. അപ്പം വേണ്ട സമയത്ത് എടുത്ത് കുടിക്കാം. ബാക്കിയുള്ള വെള്ളം ഞാൻ എനിക്ക് കുടിക്കാൻ വേണ്ടി എടുത്ത് വെച്ചു ഗ്ലാസ്സിൽ. അപ്പം ഞാൻ ഫുഡ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് കുടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ രാത്രി എന്ത് ഉണ്ടാക്കണമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എല്ലാവരും പറഞ്ഞു ദോശ മതിയെന്ന്. അപ്പം ദോശമാവ് ഉണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ഇച്ചിരി സാമ്പാർ ബാക്കി വന്നു. അതിനെ അപ്പം ചൂടാക്കാമെന്ന് വിചാരിച്ചു. നിങ്ങളുടെ വീട്ടിലിങ്ങനെ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയത് രാത്രി കഴിക്കുമോ, അതോ രാത്രി പുതിയതായിട്ടുണ്ടാക്കുമോ? ഞങ്ങളുടെ വീട്ടിലിപ്പം സാമ്പാറൊക്കെ ആണെങ്കിൽ ബാക്കി വന്നിട്ടുണ്ട്. ഇഡ്ഡലിയും ദോശയൊക്കെ ആണെങ്കിൽ കഴിക്കും. ഇല്ലെങ്കിൽ അതിനെ ചോറുണ്ടാക്കിയിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കും. പിന്നെ സാധാരണ ബാക്കി വരാറില്ല.
അപ്പം വരുവാണെങ്കിൽ ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻ്റൊക്കെ ചെയ്യും. പിന്നെ ദോശയ്ക്ക് ഞങ്ങൾ നല്ലെണ്ണയെന്ന് പറഞ്ഞ എണ്ണയാണ് ഒഴിക്കുന്നത്. അതായത് സിസാമി ഓയിൽ അല്ലെങ്കിൽ ജിഞ്ചിലി ഓയിൽ, ഇതാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. അത് നല്ല ടേസ്റ്റാണ് ദോശയ്ക്ക്. നമ്മൾ കടയിലൊക്കെ കഴിക്കുന്ന ടേസ്റ്റൊക്കെ കിട്ടും. അപ്പോൾ അത് തീർന്നായിരുന്നു, അതിനെ ഒന്ന് റീഫിൽ ചെയ്തു. പിന്നെ ഇതെൻ്റെ ഒരു പുതിയ നോൺ സ്റ്റിക്ക് അയൺ തവയാണ് പുതിയ മേടിച്ചത്. സോ അതിനെ ഞാൻ ഓൾറെഡി മയപ്പെടുത്തി. അപ്പോൾ ഇന്നാണ് ഞാൻ ആക്ച്വലി അതിനെ യൂസ് ചെയ്യാൻ തുടങ്ങിയേക്കുന്നത്. അപ്പം സാമ്പാർ തികയത്തില്ല എന്നറിഞ്ഞു, അതുകൊണ്ട് ഇച്ചിരി ചട്നിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചട്നിക്ക് തേങ്ങ പൊട്ടിക്കുമായിരുന്നു. അതങ്ങോട്ട് പൊട്ടുന്നില്ല എന്ന് പറഞ്ഞ് കൈ കൊണ്ട് പിന്നെ പേർത്തെടുത്തേണ്ടി വന്നു. അപ്പം അങ്ങനെ ദോശ ഒരു ഭാഗത്തും ചുട്ടുകൊണ്ടിരിക്കുന്നു, അതേ ഭാഗത്ത് വേറൊരു ഭാഗത്ത് ചട്നിയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. സാമ്പാർ മാത്രം റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഴയ കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നു, അത് ഞാൻ പൊളിച്ചെടുത്തിട്ട് അതിനെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം പിന്നെ അത് വെറുതെ വേസ്റ്റായിപ്പോവും. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് തേങ്ങ എടുക്കുന്നത്. ഞാൻ തിരുവാറില്ല. തിരുവേണ്ട ആവശ്യമുള്ള എന്തെങ്കിലും ഡിഷ് ഉണ്ടാക്കുന്നെങ്കിൽ ഞാൻ തിരുവിയിടും. പക്ഷേ സാധാരണ ഞാൻ ഇങ്ങനെ അങ്ങ് പൊളിച്ചെടുക്കുന്നതാണ് പതിവ്. ഇതാണ് ഈസി ചട്നിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ. അതല്ലാതെ നമ്മുടെ മിക്സർ ആറ്റംബർഗ് മിക്സറാണ്, അതിൻ്റെ അകത്ത് എന്ത് ഹാർഡായിട്ട് ഇട്ടാലും നല്ല ഫൈൻ പേസ്റ്റായിട്ട് വന്നോളും. സോ ഇങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ അകത്ത് വേണ്ട ചേരുവകളൊക്കെ ആഡ് ചെയ്തിട്ട് ചട്നി അങ്ങ് അരച്ചാൽ മതി. ഇപ്പോൾ ഈ ഇരുമ്പ് പാത്രത്തിൽ നമ്മൾ എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റായിട്ട് വരും. ഇപ്പം ദോശ ഉണ്ടാക്കിയാലും ശരി, ചപ്പാത്തി ഉണ്ടാക്കിയാലും ശരി, നല്ല ടേസ്റ്റായിട്ട് വരും. നല്ല മുരിഞ്ഞ് വരും, നല്ല ക്രിസ്പി ആയിട്ട് വരും. ഇത് ചട്നിക്കുള്ളത് സൈഡ് ബൈ സൈഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഒന്ന് അതിനെ തിരിച്ചിട്ട് കഴിയുമ്പോഴത്തേക്ക് ചട്നിക്കകത്തോട്ട് കയറുക. അപ്പോൾ എല്ലാം കഴുകിയിട്ട് വേണം യൂസ് ചെയ്യാൻ. അങ്ങനെ അറ്റ് ലാസ്റ്റ് ചട്നി അരയ്ക്കാൻ പറ്റി. കാരണം ഇടയ്ക്കിടയ്ക്ക് ദോശ ഉണ്ടാക്കുന്നതുകൊണ്ട് ഫുൾ ടൈം ചട്നിയിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല. സോ അതിനെ ഞാൻ ഒരു കുട്ടി കുട്ടി പീസായിട്ട് മുറിച്ചതാണേ. ഉപ്പിട്ടിട്ട് പൊട്ടുകടല ആഡ് ചെയ്തു. പൊട്ടുകടല എന്ന് പറയുന്നത് റോസ്റ്റഡ് ഗ്രാം ഡാലാണ്. അതിട്ടാൽ കുറച്ചും കൂടെ കൊഴുപ്പ് കിട്ടും ചട്നിക്ക്. സോ ഇവിടെ ഞങ്ങൾ അത് ഇട്ടിട്ട് അരയ്ക്കുന്നത്. ഇപ്പോൾ ചട്നി റെഡി. മീൻ ചട്നിയെ താളിക്കണം. അപ്പം ദോശയുടെ പാത്രം മാറ്റിയിട്ട് താളിക്കാൻ വേണ്ടി പാൻ വയ്ക്കുവേ. അപ്പം പാൻ ചൂടാവുന്ന വരെ ദോശ ചുട്ടുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പാൻ ഒന്ന് ചൂടായ ഉടനെ എണ്ണ തേച്ച് അതിൻ്റെ അകത്ത് ടെമ്പറിങ്ങിന് വേണ്ടി ഇട്ടു.
അപ്പോൾ ഇവിടെ ചട്നി റെഡി. നിങ്ങളെല്ലാവരും എങ്ങനെ രാത്രി ദോശയാണോ ചപ്പാത്തിയാണോ അതോ ഇഡ്ഡലിയാണോ അതോ ചോറാണോ കഴിക്കുന്നത്? ബിക്കോസ് ഞങ്ങളിവിടെ മോസ്റ്റ്ലി ടിഫിൻ ഐറ്റമാണ് കഴിക്കുന്നത്. ടിഫിൻ ഐറ്റം എന്ന് പറഞ്ഞാൽ ദോശ, ഇഡ്ഡലി, ചപ്പാത്തി അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കഴിക്കുന്നത്. ചോറുണ്ടാക്കില്ല. വെരി റെയർ, ഒത്തിരി ചുരുക്കമാണ് ചോറുണ്ടാക്കുന്നത് രാത്രി. പിന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ മേ ബി ദർ ഇസ് സം റീസൺ. ഉച്ചയ്ക്ക് ഞങ്ങൾ ചപ്പാത്തി കഴിച്ചു കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും ലൈറ്റായിട്ട് ഇഡ്ഡലി വല്ലതും കഴിച്ചു കാണും. അതുകൊണ്ടായിരിക്കും രാത്രി ചോറുണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ചോറുണ്ടാക്കാറില്ല. നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണെന്നൊന്ന് പറയണം കേട്ടോ കമൻറ്റിൽ. അപ്പം അങ്ങനെ വീണ്ടും ദോശയ്ക്ക് തിരിഞ്ഞു. അപ്പം ദോശയുടെ ഇത് പിക്കൊണ്ട് തന്നെ ഇരിക്കും. ഇവർ കഴിച്ചെഴുന്നേൽക്കുന്നവരെ പിക്കൊണ്ടിരിക്കും. ഞാൻ പിന്നെ ലാസ്റ്റിൽ കഴിക്കും. അല്ലെങ്കിൽ ദോശ ചുട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും കൂടെ ഇരുന്ന് കഴിക്കും. അപ്പം അച്ഛനും മോനും ആദ്യം കഴിച്ചോളും. സോ ദാറ്റ് ഞാൻ ലാസ്റ്റിൽ കഴിക്കുമ്പോൾ ഡിസ്റ്റർബൻസ് ഒന്നും കാണില്ല. അതുകൊണ്ട് ഫസ്റ്റ് ഐ വിൽ സെർവ് ദം. അത് കഴിഞ്ഞിട്ടേ ഞാൻ കഴിക്കുള്ളൂ. അപ്പം ദോശപ്പണി നിർത്തി. കാരണം എന്താണെന്ന് വെച്ചാൽ ആവശ്യത്തിനുള്ള ദോശയായി. നിങ്ങളും കണ്ടുകൊണ്ടല്ലേ ഇരുന്ന് നിറയെ ദോശ ചുട്ടു. അപ്പം അങ്ങനെ നേരെ കിച്ചണിലോട്ടേ വന്നു പ്ലേറ്റും കൊണ്ട്. അപ്പം കിച്ചണിലേ സെർവ് ചെയ്ത് കൊടുത്തു. 2 ദോശയും പിന്നെ കുറച്ച് സാമ്പാറും ചട്നിയും. അങ്ങനെ ഓരോരുത്തരായിട്ട് വന്നപ്പോൾ ഓരോരുത്തർക്കും സെർവ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഇതോടെ ഡിന്നർ കഴിഞ്ഞു. ഡിന്നർ കഴിഞ്ഞിട്ടുള്ള അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ കിച്ചൺ ക്ലീനിങ്. കാരണം കിച്ചൺ ക്ലീൻ ചെയ്യാതെ ഞാൻ കിടക്കാറില്ല. ഞാൻ പാത്രവും കഴുകിയിട്ട് കിച്ചൺ ക്ലീൻ ചെയ്തിട്ട് ഈ 2 അയൺ തവ ഞാൻ വാഷ് ചെയ്യാറില്ല. അതിന് ജസ്റ്റ് ഒരു തുണി വെച്ചിട്ടുണ്ട്. ആ ബ്ലാക്ക് തുണി, ഞാനിപ്പം തുടച്ച തുണി, അത് അയൺ തവകളൊക്കെ തുടയ്ക്കാൻ വേണ്ടിയുള്ള തുണിയാണ്. അപ്പം കിച്ചണെല്ലാം ക്ലീൻ ചെയ്ത് എണ്ണയുടെ ഇതെല്ലാം മാറ്റിയിട്ട് അത് കഴിഞ്ഞിട്ടേ ഞാൻ കിടക്കുള്ളൂ. അപ്പോൾ ഞാൻ ഫുൾ കിച്ചൺ ക്ലീൻ ചെയ്യും. എവിടെയൊക്കെ എണ്ണ പെട്ടി, അല്ലാതെയും ബാക്കി എല്ലാ സ്ഥലത്തും ഒന്ന് ക്ലീൻ ചെയ്ത് പാത്രങ്ങൾ ഫുള്ളായിട്ട് കഴുകിയിട്ടേ ഞാൻ കിടക്കാറുള്ളൂ. അപ്പം ഇങ്ങനെയാണ് ഞാൻ അയൺ തവ വെച്ചേക്കുന്നത്. അതല്ലാതെ താഴെയും നിറയെ അയൺ തവകളാണ്. ബാക്കിയുള്ള തേങ്ങ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. കിച്ചൺ ക്ലീനായി. അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ ഇച്ചിരി ചായ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെടുത്ത് ഞാൻ ഫ്രണ്ടിൽ വന്നു ഇച്ചിരി ചായ കുടിച്ചിട്ടാണ് ഞാൻ പിന്നെ ഉറങ്ങിയത്. ഇതാണ് എൻ്റെ ഈവനിങ് വ്ളോഗ്. പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഡേ ആണ് ഈ ക്ലിപ്സ്. ഒരു ചെറിയ ഗ്ലിംസ് മാത്രം. സോ മോർണിംഗ് പിന്നെയും ഒരു ചായ ഉണ്ട്. അപ്പോൾ ഈ ചായ കുടിച്ചാലേ ഇച്ചിരി എനർജി കിട്ടുള്ളൂ. സോ ദിസ് ഈസ് ദ ഈവനിങ് വ്ളോഗ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. കൈൻഡ്ലി comment your feedbacks. Your valuable feedbacks are necessary for me. Thank you. Meet you in the next vlog. Bye.